അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു കൊച്ചുമിടുക്കൻ തൻ്റെ ചേച്ചിക്ക് ഒരു ഹിന്ദി ഗാനം ആലപിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരുന്നു ആ വീഡിയോ. ആരാണ് ഈ കുഞ്ഞു ഗായകനെന്ന് പലർക്കും വീഡിയോ കണ്ട സമയത്ത് അറിയില്ലായിരുന്നു. പിന്നെ അവനെ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ആൾ പുലിയല്ല പുപ്പുലിയാണ് എന്ന് മനസ്സിലായത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ബാബുക്കുട്ടനായി ഇന്ത്യൻ സംഗീത പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ അദ്ഭുത പ്രതിഭ വീർ ആവിർഭവ് എന്ന ആവിർഭവിനെ കുറിച്ചാണ്. ഓരോ കലാകാരനും ദൈവത്തിൻ്റെ വരദാനങ്ങളായാണ് ഭൂമിയിൽ പിറവിക്കൊള്ളുന്നത്. അവർ ദൈവം കനിഞ്ഞു നൽകിയ കഴിവും കഠിനാധ്വാനവും കൊണ്ട് പാടിയും നൃത്തം ചെയ്തും വരച്ചും അഭിനയിച്ചും മറ്റു വിവിധങ്ങളായ കലാരൂപങ്ങളിലൂടെയും നമ്മുടെ ഹൃദയങ്ങളെ ആർദ്രമാക്കുകയും കണ്ണുകൾക്ക് ആനന്ദം പകരുകയും ചെയ്യുന്നു. അതുപോലെ നമുക്ക് ദൈവം സമ്മാനിച്ച ഒരു അമൂല്യമായ സമ്മാനമാണ് ആവിർഭവ് എന്ന ബാബുക്കുട്ടൻ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ വേദിയിൽ വെച്ചാണ് ജഡ്ജസ് ബാബുക്കുട്ടൻ എന്ന് വിളിക്കുന്ന ആവിർഭവിനെ ആദ്യമായി കാണുന്നത്. സത്യത്തിൽ അതിനു മുമ്പ് 2018-ൽ 1.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ ആവിർഭവ് ഒരു റിയാലിറ്റി ഷോയുടെ സ്റ്റേജിൽ കയറി പാട്ടുപാടി ഞെട്ടിച്ചിരുന്നു. സംഭവം നടന്നത് കേരളത്തിലല്ല, തെലുങ്കിൽ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിരുന്ന ചേച്ചി അനിർവിനിയെ കാണാൻ എത്തിയതായിരുന്നു നമ്മുടെ കുഞ്ഞു ബാബുക്കുട്ടൻ. ഈ സമയത്താണ് 1.5 വയസ്സുകാരൻ ബാബുക്കുട്ടൻ പാട്ടുപാടി എല്ലാവരെയും ഞെട്ടിച്ചത്. ഈ പാട്ട് ഹിറ്റാവുകയും ചെയ്തു. പിന്നീടാണ് 2 വർഷം മുമ്പ് ഫ്ലവേഴ്സി ടോപ്പ് സിംഗർ വേദിയിൽ ബാബുക്കുട്ടൻ ശരിക്കും ഒരു ഹീറോയായി അവതരിക്കുന്നത്. ആലപന മികവിനൊപ്പം ബാബുക്കുട്ടൻ്റെ നിഷ്കളങ്കമായ സംഭാഷണങ്ങളും മാനരസങ്ങളുമെല്ലാം പ്രേക്ഷകരുടെ മനം കോർന്നു. ആലാപനത്തിനു മുമ്പ് പല കുസൃതികളും കാണിക്കുന്ന ആവിർഭവ് പാട്ടുപാടാൻ തുടങ്ങിയാൽ ഗാനത്തിൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തി ഏറെ ഭാവസാന്ദ്രമായി തന്നെ അത് അവതരിപ്പിക്കും. അത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരുന്നു. മലയാളത്തിൽ MG ശ്രീകുമാറും സംഗീത സംവിധായകൻ ശരത്തടക്കമുള്ളവരുടെ ഹൃദ്യമായ അനുഗ്രഹാശീർവാദങ്ങൾ നിരവധി തവണ ബാബുക്കുട്ടൻ നേടുകയുണ്ടായി. തുടർന്ന് 7 മാസങ്ങൾക്ക് മുമ്പ് ആവിർഭവ് സോണി ടിവിയിലെ ഹിന്ദി റിയാലിറ്റി ഷോ ആയ സൂപ്പർ സ്റ്റാർ സിംഗർ 3-ലെത്തി. ഈ ഷോയിൽ 7 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് പങ്കെടുത്തിരുന്നത്. ആവിർഭവിന് 7 വയസ്സ് മാത്രമാണ് പ്രായം. സൂപ്പർ സ്റ്റാർ സിംഗർ 3-ൽ തുടക്കം മുതൽ അവിശ്വസനീയമായ പ്രകടനമാണ് ആവിർഭവ് കാഴ്ചവെച്ചത്. ഗായകരിലെ ഷാറൂഖ് ഖാനാണ് ആവിർഭവ് എന്നാണ് വിധികർത്താക്കൾ അവനെ വിശേഷിപ്പിച്ചത്. ഗാനങ്ങളുടെ കൂട്ടത്തിൽ ചിറ്റി ആയി ഹേ എന്ന ഗാനം പാടി ഇന്ത്യയിലെ എല്ലാ സംഗീത പ്രേമികളുടെയും ഹൃദയം കീഴടക്കാൻ ആവിർഭവിനു കഴിഞ്ഞു. ഷോയിൽ സ്പെഷ്യൽ ഗസ്റ്റുകളായി എത്തിയ ഉദിത് നാരായണനും സുഖ്വിന്ദർ സിംഗിനെ പോലുള്ള പ്രതിഭകളും ആവിർഭവിൻ്റെ ആലാപന മികവിനു മുന്നിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയും പ്രശംസകളും അനുഗ്രഹാശീർവാദങ്ങൾ നേരുകയും ചെയ്തു. ഇതിഹാസ സൂപ്പർ താരം രാജേഷ് ഖന്നയുടെ സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ സ്പെഷ്യൽ എപ്പിസോഡിൽ നിത്യഹരിത ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ആവിർഭവ് ജഡ്ജസിനെ അമ്പരപ്പിച്ചു. പ്രതിഭാധനരായ യുവമത്സരാർത്ഥികൾക്ക് മുന്നിൽ ഷോയിൽ ഉടനീളം ആവിർഭവ് എന്ന മലയാളി പയ്യൻ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ആവിർഭവിൻ്റെ കൂട്ടിന് പലപ്പോഴും പീഹു എന്ന കൊച്ചു കൂട്ടുകാരിയും ഉണ്ടായിരുന്നു. ഇരുവരുടെയും കോംബോ ഷോയുടെ ഹൈലൈറ്റുകളിലൊന്നായി മാറി. ഇരുവരും ചേർന്ന് ആലപിച്ച ഗാനങ്ങളെല്ലാം അതിഗംഭീരമായിരുന്നു. ആവിർഭവിൻ്റെ പകരം വയ്ക്കാനില്ലാത്ത ആലാപന മികവിൽ വിസ്മയിച്ച് സൂപ്പർ ജഡ്ജ് നേഹ കാക്കറും ഉദിത് നാരായണനും ആവിർഭവിനെ പ്രശംസ കൊണ്ട് മൂടുന്ന ഘട്ടമുണ്ടായി. ഞാൻ ഇവനെ വീർ ആവിർഭവ് എന്ന് വിളിക്കും. അവൻ്റെ ഒരിക്കലും എവിടെയും പതറാത്ത മനോഭാവം കൊണ്ടാണ് എനിക്കെങ്ങനെ വിളിക്കാൻ തോന്നുന്നത്. ആവിർഭവിനെയോർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നുവെന്നും അവനെ ചേർത്തി നിർത്തിക്കൊണ്ട് നേഹ പറഞ്ഞു. സൂപ്പർ സ്റ്റാർ സിംഗ് രാജ്യത്ത് ഉടനീളമുള്ള കഴിവുള്ള ഗായകരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ജനപ്രിയ ഇന്ത്യൻ മ്യൂസിക്കൽ റിയാലിറ്റി ഷോയാണ്. ലോകം കണ്ടുറന്നു കാണുന്ന ഈ ഗംഭീര ഷോയിലാണ് വിന്നറായി നമ്മുടെ ബാബുക്കുട്ടൻ കേരളത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. ഇത്രയും ഗംഭീരമായ വിജയം നേടി കേരളത്തിൽ തിരിച്ചെത്തിയിട്ടും ബിഗ് ബോസിൽ നിന്നെല്ലാം പുറത്തായി വരുന്നവരെ സ്വീകരിക്കാൻ പോലും ആവേശം കാണിക്കുന്ന ഗതികെട്ട മലയാളി ആരാധകൂട്ടങ്ങളുള്ള നമ്മുടെ നാട്ടിൽ സ്വന്തം പ്രതിഭ കൊണ്ട് മലയാളികൾക്കാകെയും അഭിമാനമായി തീർന്ന ഈ കൊച്ചു ഗായകനെ സ്വീകരിക്കാൻ ഒരു തിക്കും തിരക്കും ആർപ്പുവിളികളും ഉണ്ടായില്ല. ഇടുക്കി രാമക്കൽമേട് സജിമോൻ സന്ധ്യ ദമ്പതികളുടെ 2 മക്കളിൽ ഇളയവനാണ് ആവിർഭവ്. ഗായികയായ സഹോദരി അനർവിനിയും ബാബുക്കുട്ടൻ്റെ ഈ മഹത്തായ വിജയത്തിന് കട്ട സപ്പോർട്ടുമായി അണിയറക്കു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആവിർഭവും കുടുംബവും ഇപ്പോൾ അങ്കമാലിയിലാണ് താമസിക്കുന്നത്. അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആവിർഭവ്. സഹോദരി അനർവിന്യ +2 വിദ്യാർത്ഥിനിയാണ്. കോഴിക്കോട് സ്വദേശി ആനന്ദ് കാവുമൊട്ടത്തിൻ്റെ ശിക്ഷണത്തിലാണ് ആവിർഭവ് സംഗീതം പഠിക്കുന്നത്. ആവിർഭവ് എന്ന നമ്മുടെ ബാബുക്കുട്ടൻ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെയെന്നും അതിന് ദൈവം അനുഗ്രഹിക്കട്ടെയെന്നും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്ത് ഈ വീഡിയോ ഞങ്ങൾ നമ്മുടെ ബാബുക്കുട്ടനായി സമർപ്പിക്കുന്നു.